والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله مولانا العظيم. من بنى لله مسجدا بنى الله له بيتا في الجنة. وصدق رسوله الكريم. വന്നിരായ അധ്യക്ഷൻ, ബഹുമാനമുള്ള അവാർഡ് ഉസ്താദ് അവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത ഉലമാക്കളെ, ഉമറാക്കളെ, കാരണവന്മാരെ, മഹൽ വ്യക്തികളെ, ആരെയും പേരെടുത്ത് പറഞ്ഞ് സമയം നീട്ടാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് മൊത്തത്തിൽ പറയാൻ കാരണം. ഇവിടെ പങ്കെടുത്ത എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നമ്മുടെ ഈ കൂടൽ അല്ലാഹു തആല സ്വീകരിച്ച മഹത്തായ ഇബാദത്താക്കി തീർക്കട്ടെ. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ പേര് അറബിയിൽ മസ്ജിദ്. പരിശുദ്ധ ഖുർആനിൽ 26 സ്ഥലത്ത് മസ്ജിദ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതേ അർത്ഥം വരുന്ന ബൈത്ത് 16 സ്ഥലത്ത് ഉപയോഗിച്ച് കാണും. അപ്പം 26 സ്ഥലത്തും 16 കണക്കൂട്ടിയാൽ എത്ര? 42 സ്ഥലത്ത് ഈ സ്ഥാപനത്തെ പറ്റി പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചതായി കാണുന്നു. അത് തന്നെ അതിന്റെ ഏറ്റവും ഉന്നത അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അല്ലാഹുവിന്റെ പള്ളികളാണ് എന്നാണ് പറയപ്പെട്ടത്. മേൽഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ തിളങ്ങിക്കാണുന്ന നക്ഷത്രങ്ങൾ, അതുപോലെ മേൽഭാഗത്തുള്ള ആളുകൾ, മലക്കുകൾ, ജിന്നുകൾ, പ്രവാഹികളൊക്കെ ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ പല ജാതി നക്ഷത്രങ്ങൾ അവർക്കും കാണും. ആ നക്ഷത്രങ്ങൾ ഏത് എന്ന് മഹാന്മാർ പറയുന്നത് അള്ളാന്റെ വജ്ഹിന് സ്ഥാപിച്ച പള്ളികളാണ്. അതങ്ങനെ നക്ഷത്രം പോലെ മേൽഭാഗത്തുനിന്ന് കീഴ്പ്പെട്ട് നോക്കുന്നവർക്ക് അനുഭവപ്പെടും. അത് പ്രകാരം തന്നെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി അതിന്റെ കർമ്മപ്രകാരം അതിൽ പറഞ്ഞ കാര്യങ്ങളും അനുഷ്ഠിച്ച് എഴുതുന്ന ഹാഫിളീങ്ങളായ മുത്തഖീങ്ങൾ, അവർ താമസിക്കുന്ന വീടും ഇങ്ങനെ പ്രകാശിച്ചു കാണും എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് മസ്ജിദ് എന്ന് പറഞ്ഞത്. അതിന്റെ പദാർത്ഥം സുജൂദ് ചെയ്യണ സ്ഥലം എന്നാണ്. ശരീഅത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഗേഹം. അങ്ങനത്തെ മഹത്തായ ഒരു മസ്ജിദാണ് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളെല്ലാവരുടെ സഹായം കൊണ്ട് പൂർത്തീകരിച്ച് ഇവിടെ ഉദ്ഘാടനം നടന്നു. ഈ സ്ഥാപനം ഉയർച്ചയിലായിക്കൊണ്ട് അല്ലാഹു തആല ഖിയാം വരെ നിലനിർത്തി തരട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിന് സഹായിച്ച ദേഹം കൊണ്ടും ധനം കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും എല്ലാം സഹായിച്ചവർക്ക് തക്കതായ പ്രതിഫലം അല്ലാഹു തആല നൽകട്ടെ എന്ന് ഈ അവസരം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തക്കതായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് വിശദീകരിക്കേണ്ടത്. തങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഇമാം ബുഖാരി, മുസ്ലിം ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നേരെ അർത്ഥം ചെറിയ തോതിൽ വെക്കുകയാണെങ്കിൽ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, അള്ളാന്റെ വജ്ഹിന് വേണ്ടി ഒരുത്തൻ പള്ളി സ്ഥാപിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു തആല അവനൊരു ബംഗ്ലാവ് കൊടുക്കുന്നതാണ്. ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസാണ്.
അതാണ് തക്കതായ പ്രതിഫലം. അതിന് സഹായിച്ച ഒത്താശ ചെയ്ത, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും പണം കൊണ്ടും എല്ലാം സഹായിച്ച ധാരാളം സ്ത്രീ പുരുഷന്മാരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല ആ മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടി ആ ഹദീസിനെ വിശദീകരിക്കുകയാണെങ്കിൽ, മൻ ബനാലില്ലാഹി മസ്ജിദൻ എന്ന തൻവീൻ അത് തഖ്ലീലിന്റെ തൻവീനാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അത് ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാടന്മാർക്കും അത്രമേയും പ്രത്യേകിക്കൊന്നുമില്ല. ഏതായാലും അങ്ങനെ വരുമ്പോൾ അർത്ഥം മൻ ബനാലില്ലാഹി മസ്ജിദൻ, ഒരു ചെറിയ പള്ളി എടുത്താൽ, ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, ആ തൻവീൻ തഅ്ളീമിന്റെ തൻവീനാണെന്ന് മഹാൻ പറഞ്ഞു. വലിയൊരു ബംഗ്ലാവ് അല്ലാഹു തആല അവന് സ്വർഗ്ഗത്തിൽ കൊടുക്കുന്നതാണ് എന്നർത്ഥവും ഒപ്പം. അപ്പൊ ചെറിയൊരു പള്ളി എടുത്താൽ വലിയൊരു ബംഗ്ലാവ് അതിന് നൽകുമെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഏകോപിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതാണ് അതിന് തക്കതായ പ്രതിഫലം. ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ, മറ്റൊരു റിവായത്തിൽ, ബുഖാരിന്റെ റിപ്പോർട്ടിൽ അല്ലാത്ത റിവായത്തിൽ, ഒരു പള്ളിയെടുത്ത് സ്ഥാപിച്ചു. വലോക്ക മഫ്ഹസി ഖത്താത്തിൻ, ഒരു കാടപ്പക്ഷിക്ക് ഇരിക്കാൻ പറ്റിയ അത്ര ചെറിയതാണെങ്കിലും ശരി, ചെറുതായി ഒരു കാടക്കൂട് കെട്ടാൻ പറ്റുമായിരിക്കും. കാട മുഴടുമ്പം മണ്ണൊന്നും നീക്കിയാണ്ട് അതിൽ മുഴടും. അപ്പോൾ ഒരു കാടക്കിരിക്കാൻ പറ്റിയ അത്ര വലിപ്പമുള്ളൊരു പള്ളി എടുത്താൽ, മറ്റു റിപ്പോർട്ടിൽ വന്നത് വലോക്ക മഫ്ഹസി ഖത്താത്തിൻ, കാടപ്പക്ഷിക്കിരിക്കാൻ പറ്റിയ സ്ഥലത്ത് അത്രയാണെങ്കിലും ശരി, അല്ലാഹു തആല അവന് വലിയൊരു ബംഗ്ലാവ് കൊടുക്കുന്നതാണ് എന്നാവും അപ്പം അർത്ഥം. അപ്പോൾ ഒരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് വരും. അതായത്, അങ്ങനെ ഒരു കാടപ്പക്ഷിക്ക് ഉത്തരക്കാൻ വലിപ്പമുള്ള ഒരു പള്ളി മനുഷ്യന്റെ കയ്യോ തലയിക്കിടാൻ പറ്റും, എന്തിനാണത് എന്നൊരു ചോദ്യം അവിടെ വരുമല്ലോ. പക്ഷേ പുണ്യനബി പറഞ്ഞ വാക്യമായതുകൊണ്ട് വെറുതെ തള്ളാൻ പറ്റില്ല. പിന്നെ മഹാന്മാർ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അവിടെ ഒന്ന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ അതിൽ ഒന്ന് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുത്തന്റെ വരി ഇങ്ങനെ പള്ളിയെടുത്ത മാതിരി എല്ലാവരും കൂടി ചെറുതും വലുതുമായ സംഖ്യ എടുത്തുകൊണ്ട് ഇത് പൂർത്തീകരിച്ചു. അപ്പോൾ ഒരുത്തൻ കൊടുത്ത വരി ഓന്റെ കഴിവുകേടുകൊണ്ട്, ഓന്റെ വളവ് യുക്തി കൊണ്ടല്ല, വളരെ ചെറിയൊരു സംഖ്യ അവന് കൊടുക്കാൻ കഴിഞ്ഞിട്ടു. ഒരു കാടകൂട് കെട്ടാൻ മാത്രം സംഖ്യ തയ്യുള്ളൂ. അങ്ങനെ ഓന്റെ കഴിവുകേട് കൊണ്ടായതുകൊണ്ട് ഓൻ പങ്കെടുത്തി എന്ന നിലക്ക്, അപ്പോൾ ഒരു കാടക്കൂട് കെട്ടാൻ അത്തരം മാത്രമേ ഓന്റെ സംഖ്യയിൽ വരിയിലുള്ളൂ. എന്നാലും ശരി, അവന് വലിയൊരു ബംഗ്ലാവ് കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാന്മാർ വ്യാഖ്യാനിക്കുന്നു. തങ്ങൾ പറഞ്ഞതായതുകൊണ്ട് തള്ളാൻ പറ്റില്ല. അപ്പൊ അത്ര വലിയ മഹത്തായൊരു പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. എല്ലാ കാലത്തും പള്ളിപ്പണി ഉണ്ടാവില്ല, ചില കാലഘട്ടത്തിലുണ്ടാവുള്ളൂ. എപ്പോഴും പള്ളിപ്പണി തീർക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങളെ ഈ കാലഘട്ടം ഒരു വസന്ത കാലഘട്ടമായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ ഒരു ചാൻസിൽ സഹായിക്കാൻ കഴിഞ്ഞതുകൊണ്ട് വലിയൊരു കാലഘട്ടത്തിലാണ് നിങ്ങളെല്ലാം പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വസന്തകാലമാണ് പള്ളിപ്പണിന്റെ യുഗം എന്ന മഹാന്മാർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വലിയ ഫലവത്താക്കി തീർക്കാൻ അല്ലാഹു തആല സ്വീകരിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അതാണ് നമ്മുടെ കഅബ ശരീഫിന്റെ പണി പുനർനിർമ്മാണം ചെയ്തു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവർ പുനർനിർമ്മാണം ചെയ്തപ്പോൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഏത് വലിയ അമലാണെങ്കിലും അത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കാക്കായിട്ടില്ല. കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നിട്ടും പണി വലിയതായതുകൊണ്ടും അത് സ്വീകരിച്ചോളന്നില്ല. ആ മഹാന്മാര് അവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. തമ്പുരാനെ, ഞങ്ങളൊക്കെ നീ പ്രവർത്തനം സ്വീകരിക്കണം. നമ്മുടെ ഖിബ്ല പുനർനിർമ്മാണം ചെയ്തതിനെ പറ്റി
നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. അവരാ സമയത്തൊക്കെ പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ ഏതൊരു അമൽ ചെയ്താലും അതിന്റെ പിന്നിൽ നമുക്ക് പറയേണ്ടത് തമ്പുരാനേക്ക് സ്വീകരിച്ചു തരണം എന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ചും നമുക്കും നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളത് ഈ ചെയ്ത പണി റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ എന്നതാണ്. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വെറുതെ. നമ്മുടെ കഅബ ശരീഫ് പണി തീർത്തതിനെ പറ്റി തന്നെ മഹാന്മാർ രേഖപ്പെടുത്തുന്നത് ലാമുമ്മൽ അവസാനിപ്പിക്കുന്ന ചില വേർഡുകൾ. അതായത് അൽ ആമിറു ബിഹാൽ മലിക്കുൽ ജലീൽ. കഅബ ശരീഫ് പുനർനിർമ്മാണം ചെയ്യണമെന്ന് കൽപ്പിച്ചത് റബ്ബുൽ ഇസ്സത്താണ്. ഇവിടെ ഈ മഹല്ലത്ത് നിവാസികൾ കാരണവന്മാരും ആളുകളാണ് ഇത് പുനർനിർമ്മാണം തീർച്ചയാക്കിയത്. പുനർനിർമ്മാണത്തിന് ഒരു പടവുകാരൻ ചുരുങ്ങിയത് ഒരു കയ്യാളും വേണം. കഅബ ശരീഫിനെ പറ്റി മഹാന്മാർ പറഞ്ഞത് ബാനി ഖലീൽ, ഇതിന്റെ പടവൊക്കെ നടത്തിയ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അവിടെ ലാം തന്നെ. അൽ ആമിറു ബിഹാൽ മലിക്കുൽ ജലീൽ വൽ ബാനി ഖലീൽ. ഒരു കയ്യാള് ഏതായാലും ഒരു പടവുകാരന് വേണം ചുരുങ്ങിയത്. ഒരു മുഈൻ ഇസ്മാഈൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് ഇതിന്റെ സഹായി കയ്യാള്. ഒരു മുഹന്ദിസു ജിബ്രീൽ, ഒരു എഞ്ചിനീയർ ഭാഗം കൈകാര്യം ചെയ്യാൻ. ഈ പള്ളിക്കും എഞ്ചിനീയറിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടാവും, വേണ്ടിവരും. എഞ്ചിനീയർ എന്നുള്ള ഇംഗ്ലീഷ് ഇപ്പം പറഞ്ഞു തുടങ്ങുന്നല്ലാതെ പഴയ കാലങ്ങളിലെ പരിചയമുള്ള ആശാരിമാര്, നല്ല പരിചയമുള്ള കാരണവന്മാരൊക്കെ അവർക്ക് അതിന് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അറബി, അത് ഇംഗ്ലീഷിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഏതായാലും അതിനൊരു പരിപാടി തയ്യാറാക്കാൻ ഒരു പരിചയമുള്ള ആളുമാണ്. കഅബ ഷരീഫിന്റെ എഞ്ചിനീയർ ഭാഗം കൈകാര്യം ചെയ്തത് ഒരു മുഹന്ദിസ് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് അതിന്റെ എഞ്ചിനീയർ ഭാഗം കൈകാര്യം ചെയ്തത്. അപ്പൊ നമുക്ക് മൊത്തത്തിലൊരു സംശയം തോന്നുന്നു, കഅബ ഷരീഫ് ഇങ്ങനെ ഏതാനും നാല് ചുമര് അങ്ങനെ കെട്ടിപ്പൊന്തിച്ച ഒരു ഇരിപ്പാണല്ലോ. ഇനിയിപ്പോ ഇത്ര ജിബ്രീലൊക്കെ മനസ്സിലുണ്ടോ? നേരെ മറിച്ച് ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ബിൽഡിങ്ങിൽ സുഹൈദിന്റെ അടുപ്പ്, തുർക്കിന്റെ അടുപ്പ് ഒക്കെ ചുറ്റുഭാഗത്തും കഅബ ഷരീഫിനെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ അത്ഭുതമാവും. വല്ലാത്ത ആരതിന്റെ എഞ്ചിനീയർമാര് ഫ്രാൻസിന്റെ ആളുകളാണോ അത് അമേരിക്കന്റെ എഞ്ചിനീയറാണോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങോട്ട് നോക്കിയാൽ കഅബ ഷരീഫ് നമുക്ക് നോക്കുമ്പോൾ 4 ചുമരിങ്ങനെ പൊന്തിച്ചതായ ഒരു ബിൽഡിങ്ങാണ്, ഒരു ഇടുപ്പാണ്. അതിനിപ്പോ ജിബ്രീൽ മനസ്സിലുണ്ടോ എന്ന് തോന്നിയേക്കും. അതിന് മഹാന്മാർ പറഞ്ഞ മറുപടി, 7ാം ആകാശത്ത് ബൈത്തുൽ മഅ്മൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗേഹമുണ്ട്. അത് മലായിക്കത്തുകൾക്ക് തവാഫ് ചെയ്യാനും ഇബാദത്തെടുക്കാനും നിശ്ചയിക്കപ്പെട്ടതാണ്. അത് 7ാം ആകാശത്തിന്റെ മുകളിലാണ്. പുണ്യനബിന്റെ മേറാജിന്റെ മാസമാണല്ലോ. തങ്ങൾ ഈ മേറാജിൽ പോയിട്ട് ആ ബൈത്തുൽ മഅ്മൂറൊക്കെ കണ്ടു. 6 കയറി മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ട്, 7 കയറി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട്. മഹാനവറുകൾ ഒരു സ്വർണത്തിന്റെ കസാലിട്ടിട്ട് ഈ ബൈത്തുൽ മഅ്മൂറിന്റെ ചാരി അങ്ങനെ സ്വർണം ഒന്നായിട്ട് കസാല അത് കയറിയപ്പം മറ്റുള്ള ആകാശത്തിൽ കാണാത്തൊരു പുതുമ. ഈ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണത്? അത് നിങ്ങളെ പാപ്പ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമത്. മൂപ്പരും ചോദിച്ചു, ആരായി വന്നത്? അത് നിങ്ങളെ പേരക്കുട്ടി മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം, വഖദ് ഉർസില ഇലൈഹി, ഇങ്ങോട്ട് വരാൻ ഓർഡറാക്കിയിട്ടുണ്ടോ എന്ന് മഹാനവറുകൾ ചോദിച്ചു. അതെ, അങ്ങനെ വാഹന സ്പെഷ്യൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ഓർഡർ പ്രകാരം വന്നതാണ്. അങ്ങനെ അവരവരൊക്കെ തമ്മിൽ സംസാരിച്ചത് ഹദീസിൽ വളരെയധികം വിശദീകരണം വരുന്നിട്ട് അതൊക്കെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
ഏതായാലും തങ്ങളോട് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഖലീലു ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, സ്വർഗം എന്ന് പറഞ്ഞാൽ താല്പര്യം മനസ്സിലാക്കി. അതിൻ്റെ മാ തയ്യിബ്, അതിൻ്റെ തുറാബ് വളരെ മുന്തിയത്, അതിൽ നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷങ്ങൾ തസ്ബീഹുകളാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിനോട് നീ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്നത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ പറയണം എന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മളൊക്കെ പറയാൻ വേണ്ടി ഏൽപ്പിച്ച വാക്യമാണ്. ഹദീസ് ശരീഫിൽ അങ്ങനെ ഉണ്ട്. മറ്റു റിപ്പോർട്ടിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നത് അവരോട് അധികരിപ്പിക്കാൻ പറയണം. അങ്ങനത്തെ അദ്കാറുകളാണ് ഇവിടെ കുഴിച്ചിരുന്ന വൃക്ഷങ്ങൾ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പം നമുക്ക് ദിക്ർ ഒഴിച്ചുകൂടാത്തതാണ്. മഹാനവറുകൾ പറഞ്ഞ് ഏൽപ്പിച്ച ഒന്ന് ദിക്ർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും ആ ദിനം പറഞ്ഞ് ചുരുങ്ങിയത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം 100 വട്ടം ദിവസം അത് പതിവാക്കുന്നത് നല്ലതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. പല നേട്ടങ്ങളും ഗുണങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. സാന്ദർഭികമായി ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ്. അള്ളാഹിൻ്റെ എല്ലാ ഇബാദും, അള്ളാഹ്ക്ക് ദിക്റില്ലാത്തവരില്ല. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശത്ത് ഭൂമിയുള്ള എല്ലാ സാധനവും അല്ലാഹു തആലക്ക് തസ്ബീഹുണ്ട്. എല്ലാ പറവകളും മറ്റു ജീവികളും മരങ്ങളും ഒക്കെ അതാണ് സബ്ബഹ ലില്ലാഹി യുസബ്ബിഹു ലില്ലാഹി എന്നൊക്കെയാണ് അതിലുള്ള വാചകങ്ങൾ പരിശുദ്ധ ഖുർആനിൽ. സകല വസ്തുക്കളും അല്ലാഹുവിന് തസ്ബീഹാണ്. അപ്പോൾ തങ്ങൾ ഈ യാത്രയിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർദ്ദേശിച്ച ദിക്ർ അത് പ്രത്യേകം നാം മടിവരട്ട് ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ സകല ചരാചരങ്ങളും അല്ലാഹു ദിക്ർ ചെയ്യുന്നവരാണ്. പുണ്യനബി ലാ തഖ്തുലു വഫാദിഅ, തവളനെ കൊന്നുപോകരുതിട്ടോ, ഒരു ഹദീസ് ശരീഫ്. വഇന്ന നഈഖഹുന്ന തസ്ബീഹ്, അതിൻ്റെ ആ കരച്ചിൽ ഒറിജിനൽ തസ്ബീഹാണ്. അതിന് എൻ്റെ മാതിരി തന്നെ ആകാശത്തിൻ്റെ കീഴിൽ അതിന് പാകഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്ന് കണ്ട് അതിന് ദിക്റല്ലാനുള്ള അധികാരം അതിനുണ്ട്. അതിനെ ശല്യപ്പെടുത്തണ്ട എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, മലകൾ തന്നെ തസ്ബീഹിലുണ്ട്. ഫസഖർനാ ലി ദാവൂദൽ ജിബാൽ, ദാവൂദ് നബി അലൈഹിസ്സലാം നമ്മൾ മലകൾ കീഴ്പ്പെടുത്തി. പരിശുദ്ധ ഖുർആൻ യുസബ്ബിഹ്ന, നന്നായി തസ്ബീഹിന് മലകൾ. വിശദീകരണത്തിൽ മഹാന്മാർ പറഞ്ഞു, അത് കേൾക്കാൻ കഴിയുകയാണെങ്കിൽ ബാല്യ ആനന്ദമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയവർക്കും പെണ്ണുങ്ങൾക്കൊക്കെ മൊത്തത്തിൽ ഈ മൊബൈൽ ഫോണിൻ്റെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഉത്തരക്കാൻ നല്ലതാണ്. ഒരു മരത്തിനുണ്ടാക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മലകൾ സംസാരിച്ചു എന്ന് പറഞ്ഞ പുതുമൊന്നുമില്ല. ഇനി പുതുമ ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വസഖർനാ ലി ദാവൂദൽ ജിബാലി യുസബ്ബിഹ്ന വസ്തൈറ വകുന്നാ ഫാഇലീൻ, ഒക്കെ ചെയ്യാൻ എന്നോട് കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സകല ചരാചരങ്ങളും അല്ലാഹു തആല ദിക്റും തസ്ബീഹും ചൊല്ലുന്നവരാണ്. പുത്തനാശയക്കാരെ ചില സമയത്ത് ചോദിച്ചിട്ട് ചില ആളുകളെ കൺഫ്യൂഷനാക്കല്ല, മരിച്ചുപോയ ആളുകൾക്ക് സഹായിക്കാൻ കഴിയുമോ? വലിയ പൊട്ടപ്പോയത്തുള്ള ചോദ്യമാണ് സമസ്തന്റെ കാഴ്ചപ്പാട്. കാരണം ഈ മിഅ്റാജിന്റെ ഈ മാസത്തിൽ മിഅ്റാജിന്റെ യാത്രയിൽ റബ്ബുമായി ബന്ധപ്പെട്ട് അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം മടങ്ങി വന്ന് 6-ാം ആകാശത്ത് മടങ്ങി വന്നപ്പം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്താ നിങ്ങൾ പോയിട്ട് കിട്ടിയത്? 50 ഒക്താണ് കിട്ടിയത്. 50 ഒക്ത്. ഉടനടി പറഞ്ഞു, മടങ്ങണം, അത് ലഘൂകരിക്കാൻ ആവശ്യപ്പെടണം, നിങ്ങളെ ഉമ്മത്തിന് അതിന് കഴിയില്ല. അങ്ങനെ ബനി ഇസ്രായേലിനൊക്കെ ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടുണ്ട്, അത് സാധ്യമല്ല. അതുകൊണ്ട് രണ്ടാമത് പോയിട്ട് അങ്ങനെ
അത് ചുരുക്കം കിട്ടാൻ ആവശ്യപ്പെടണം. അങ്ങനെ തങ്ങളെ പറഞ്ഞയച്ച് ചുരുങ്ങിയത് 9 വട്ടം പോയി. 9×5 45 റക്അത്ത് ഒഴിവായി കിട്ടി 5 ബാക്കിയാണ്. ഇതെടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞത് മറ്റേ ആ ചോദ്യം മഹാവിഡ്ഢിത്തമാണ്. മരിച്ചോൽക്ക് സഹായിക്കാൻ കഴിയുമോ? ഇതിലും മീതെ സഹായം എത്താം. 50 വഖ്ത് നിസ്കരിക്കുന്ന അത് ആ വിഷമം തീർത്ത് തന്നത് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമാണ്. അപ്പൊ ആ മുത്താശയക്കാർക്കും ഓൽക്കും എല്ലാവർക്കും വലിയ സഹായം മരിച്ച ആൾ ചെയ്തു. എന്നിട്ട് പിന്നെ ചോദിച്ചിന് മരിച്ചോല് സഹായിച്ചോ? അങ്ങനെയുണ്ട്. അവർ കൊട്ടപ്പോ പോയത്തെ ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്. സഹായിക്കും. പിന്നെ മരിച്ചോല് നമുക്ക് ദ്വാരക്കും. ഈ യാത്രയിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്ത് കണ്ടു, രണ്ടാം ആകാശത്ത് കണ്ട് പല നബിമാര് ഒക്കെ വദആലഹു ഇങ്ങനെയാണ് ആ ഹദീസൊക്കെ വന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കണ, ഇമാം മുസ്ലിം ഉദ്ധരിക്കണ, അവരൊക്കെ തങ്ങൾക്ക് വേണ്ടിയായിരുന്നു. മരിച്ച ആളുകൾ മരിച്ചാത്തോൽക്ക് ആർക്കും ഇതാർക്കണമില്ല. അവനൊന്നും ശിർക്ക് വരില്ല. ശിർക്ക് എന്ന് പറഞ്ഞത് 2 ഇലാഹിനെ വിശ്വസിക്കലാണ്. ഏതേ മഹാന്റെ അടുത്ത് എന്ന് കണ്ട് ഓരോട് സലാം ചൊല്ലി ഓരോട് സഹായം അഭ്യർത്ഥിക്കലല്ല ശിർക്ക് എന്ന് പറഞ്ഞത്. 2 ഇലാഹിനെ അംഗീകരിക്കൽ, അതാണ് ശിർക്ക് പറഞ്ഞത്. ഇനി മേലെ തല അത് ചെയ്താൽ ശിർക്ക് നിറണ്ട ആവശ്യമുണ്ടാവും. മേലെ തലഞ്ഞ് പറഞ്ഞാൽ ഇതൊരു ബെറുമ്പണിയായി എന്ന് പറഞ്ഞാൽ പോലെ ഇതിന് ആ മുശ്രിക്കാക്കണം. ഇത് പോയത്തുള്ള വാദമാണ്. അപ്പൊ ഈ റജബും ഈ മൂസാ നബിന്റെ ഈ വാർത്ത വന്നപ്പം ഞാൻ അങ്ങനെ ആ സന്ദർഭം ഉപയോഗിച്ചു. അപ്പം മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയുമോ? കഴിയും. ആ സഹായം അനുഭവിച്ച് നിൽക്കണമല്ല നമ്മൾ. ആ കല്യാണത്തിന് പോയ ചോറ് ഇട്ടോന്ന് ചോദിച്ചു. ചോറിങ്ങനെ വെച്ചുകൊണ്ട് കിട്ടുന്ന ഇടയിലാണ് ചോറ് ഇട്ടോന്ന് ചോദിച്ചത്. എങ്ങനെയുണ്ട്? അത് മുഖ്യാം വരെ വരുന്ന സകല ആളുകൾക്കും സഹായം ചെയ്തു മൂസാ നബി അലൈഹിസ്സലാം. 50 അത് 5 മാറ്റാൻ കഠിനാധ്വാനം ചെയ്തു. വലിയ സഹായമാണ്. ഒരു ആയിക്കും വല്ലപ്പം നമ്മൾ വിഷയം. അങ്ങനെ മസ്ജിദ് എന്നതാണ്. അതിന് ഒത്താശ ചെയ്താൽ ഭയങ്കരമായ പുണ്യമാണ് എന്ന് പഠിച്ചു. ബഹുമാനപ്പെട്ട ഹദീസ് ശരീഫ് വഖത്ത് ചെയ്തു. ബഗ്കളാവ് ഒരു സ്വർഗത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടലല്ലേ. അല്ലാഹു തആല സ്വീകരിച്ച് കിട്ടിയ വലിയ കിട്ടലാണ്. പിന്നെ പള്ളിമാരി നമ്മളെപ്പോഴും ബന്ധിച്ചുകൊണ്ടിരിക്കണം. പല മഹല്ലത്തുകാരും ആയിരിക്കും നിങ്ങൾ. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ജഅലഹു ഖയ്യിമ മസ്ജിദി. മഹാനായ നബി കരീം സല്ലല്ലാഹു അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ഇതിന്റെ ലക്ഷണം ഓനൊരു പള്ളി പ്രവർത്തകനാവും. അല്ലാഹു അങ്ങനെ ആക്കും. ഓന്റെ കഴിവ്, ഓന്റെ ആലോചന, ഓന്റെ ബുദ്ധിശക്തി അതൊക്കെ പള്ളി മേഖലയിലേക്ക് ഉപയോഗിക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കും. ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ട വ്യക്തിന്റെ ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ജഅലഹു ഖയ്യിമ മസ്ജിദി. ഒരു വ്യക്തിനെ ഇഷ്ടപ്പെട്ടാൽ അവനൊരു പള്ളിന്റെ പ്രവർത്തകനായി കുറെ അവന് ചെയ്യാനൊരു തൗഫീഖ് അല്ലാഹു കൊടുക്കും. നല്ല ലക്ഷണമാണെന്ന്. വൈദാ ബഗളഹു, ഒരു വ്യക്തിയുടെ അറപ്പും വെറുപ്പാണെങ്കിൽ ജഅലഹു ഖയ്യിമ ഹമ്മാം, കക്കൂസ് കുളിമറയുടെ പ്രവർത്തകനായി അല്ലാഹുനാക്കും. എന്ന് പറഞ്ഞാൽ മഅസിയത്തിന് സഹായിക്കാൻ, മഅസിയത്തിന് വലിയ പ്രവർത്തനം. ഇപ്പോൾ ഒരു വനിതാ കുട്ടുകൾ നടത്തുകയാണെങ്കിൽ നല്ല പണിയുണ്ടായിരുന്നു. അതിന് പല ജാതി സെറ്റൊക്കെ ഒപ്പിച്ചിട്ട് ഇവിടെ കളിപ്പിച്ചണം. നല്ല പ്രയാസമാണ്. അന്നലക്ക് ഓന്റെ ബുദ്ധിശക്തിയും ഓന്റെ കഴിവും ഉള്ള കളി. അങ്ങനെ ഹറാമായ വഴി എന്താണ്? അതിലേക്ക് ഓന്റെ കഴിവും ഓന്റെ ബുദ്ധിശക്തിയും ഓന്റെ ആരോഗ്യമുള്ള കളി. വൈദാ അബ്ഗളഹു, ഒരു വ്യക്തിയുടെ അറപ്പും വെറുപ്പാണെങ്കിൽ ജഅലഹു ഖയ്യിമ ഹമ്മാം, കുളിമറ കക്കൂസിന്റെ പ്രവർത്തകനാക്കി അവനെ മാറ്റി. അത് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ പള്ളിന്റെ ഒരു പ്രവർത്തകനായി ഓന്റെ ആരോഗ്യം, ഓന്റെ സമ്പത്തും ഓന്റെ ആലോചന ശക്തിയും കുറെ ആ മേഖലയിൽ തിരിക്കാൻ കഴിയും. അത് തിരിച്ചും അത് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാം നമ്മുടെ മഹല്ലത്തിലും അല്ലാത്ത സ്ഥലത്തുമൊക്കെ
പള്ളിന്റെ സഹായികളായി നാം പ്രവർത്തിക്കണം. അത് നല്ല ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പല മഹാന്മാരോട് സംസാരിക്കുന്നു. പിന്നീട് നാം ഈ സന്ദർഭത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടത്, നമ്മളൊക്കെ നിസ്കാരത്തിന്റെ കാര്യങ്ങളിൽ ചില ആളുകൾ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. അതായത് നിസ്കാരം ചിലപ്പോൾ അളായി പോവും, ചിലപ്പോൾ അഷറത്തായി പോവും, ചിലപ്പോൾ മറ്റോ ഒഴിച്ചിന് നിന്നേക്കും. മേലാൽ മരണം വരെ നിസ്കാരം ഒഴിവാക്കുന്ന ഖളാഅക്കുന്ന ഒരു പണി ഞാൻ ചെയ്യൂല. കാരണം ഈ സ്ഥാപനം മസ്ജിദ് എന്നതിന്റെ പേര്, അത് നിസ്കാരത്തിന്റെ നോട്ടീസ് ബോർഡാണ്. ആ സ്ഥാപനം നമ്മൾ വിളിച്ചു പറഞ്ഞത് പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കാരം നിസ്കാരം നിസ്കാരം. അതിന്റെ പേര് തന്നെ വിളിച്ചത്. നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദ്. ആ സുജൂദ് എന്നൊരു പേരെടുത്തുകയാണ് അതിനെ കുറിച്ച് മസ്ജിദ് കണ്ടപ്പം പറയും നിസ്കാരം എന്നാണ് അത് നമ്മോട് പറഞ്ഞത്. അപ്പൊ ഈ ഉദ്ഘാടനത്തിന് നമ്മൾ പങ്കെടുത്തതിൽ നമ്മൾ മുതലാക്കേണ്ട ഒന്ന്, എന്തായാലും ചെയ്യാൻ പേരെ ഇഞ്ഞിന്റെ ജീവിതത്തിൽ മുഴുവൻ നിസ്കാരം ഖളാഅക്കുന്ന ഏർപ്പാടില്ല എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം മഹാന്മാര് വളരെയധികം ബഹുതായി എണ്ണുണ്ട്. സൂഉൽ ഖാത്തിമത്ത് വരുന്ന പ്രവർത്തനം, മരണസമയത്ത് ചത്തുപോകുന്ന പണി, ഈമാൻ ഊരിയോ മരണമാവും, അവന് മരണം സംഭവിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ 1 നമ്പർ പറഞ്ഞത് അത്തഹാവുനു ബിസ്സലാ, നിസ്കാരം കൊണ്ടുള്ള അശ്രദ്ധ, അത് ഖളാഅക്കൽ, അത് ബിന്ദിക്കൽ, അതിന്റെ ധർമ്മപ്രകാരം ചെയ്യുക എന്നത് വലിയൊരു ഇതൊന്നുമില്ല. അങ്ങനെ നിസ്കാരത്തിനെ പറ്റിയൊരു അശ്രദ്ധ അങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം സൂഉൽ ഖാത്തിമത്ത് വന്നുകളയും എന്ന് മഹാന്മാർ. സൂഉൽ ഖാത്തിമത്ത് വരുന്ന കാര്യങ്ങൾ എണ്ണുന്നിടത്ത് 1 നമ്പർ എണ്ണിയതാണ് തഹാവുനു ബിസ്സലാ അൽ മഫ്റൂള, ഫറളാക്കപ്പെട്ട നിസ്കാരം അശ്രദ്ധ, വസ്സക്കാത്തുൽ വാജിബ, കഴിവും പ്രാപ്തിയെ കൊടുത്തവർക്ക് വാജിബായ സക്കാത്ത്, അതിനപ്പോൾ അശ്രദ്ധ. കുറച്ചൊക്കെ ചില്ലറൊക്കെ മാറിച്ചാണ്ട് ഒന്ന് കളം കാട്ടുന്നല്ലാണ്ട് ആക്കൊന്ന് കറക്റ്റായിട്ട് ചെയ്യൂല. സൂഉൽ ഖാത്തിമത്ത് അവസാനം സക്കറാത്തിൽ കടക്കുമ്പോൾ അതിന്റെ കേട് കാണുന്നത്, അവൻ ഈമാൻ തെറ്റി ചത്തുപോകും എന്ന് മഹാന്മാർ 2ാമത് പറയുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സൂഉൽ ഖാത്തിമത്ത് എങ്ങാനും വന്നാൽ സ്വർഗം കണിയാണെങ്കിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അത് പ്രകാരം തന്നെ മുസ്ലിമീങ്ങളെ അയ്ബൊക്കെ നോക്കി നന്നാണ്ട് പുറത്തു വിടുക. വല്ലദീന യത്തബിഊന ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഓരോ രഹസ്യങ്ങളും പുറത്തുവിടാൻ പാടില്ലാത്തൊക്കെ പൂന്നെടുത്തുകൊണ്ട് അവിടെ അതാ അവന്റെ പതിവ്. വലിയ അപകടമാണത്. അവന്റെ അവസാന സൂഉൽ ഖാത്തിമത്ത് ഒന്നാവും. വല്ലദീന യൻഖുസൂനൽ മിക്യാല വൽ മീസാൻ, കച്ചവടക്കാരും മറ്റുമാണെങ്കിൽ അളവ് തൂക്കം ചുരുക്കുക, അങ്ങനെ വഞ്ചന ചെയ്തുകൊണ്ട് ഇങ്ങനെ കച്ചവടം ചെയ്ത ആളാണ്. അന്ത്യം സൂഉൽ ഖാത്തിമത്ത്, ഈമാൻ. നമ്മൾ പറയും ഇന്ന ആചാര്യ മരണപ്പെട്ടിട്ടുണ്ട്, 10 മണിക്ക് മയ്യത്തെടുക്കും, നമ്മളെ മഖ്ബറയിൽ മറയും എന്നൊക്കെ നമ്മൾ സ്പീക്കർ കൂടെ വിളിച്ചു പറയും. നമുക്ക് അങ്ങനെ തന്നെ പറയാം, നമുക്ക് കഴിയുള്ളൂ. പക്ഷേ മഹാന്മാർ പറഞ്ഞ് അവന്റെ ഏർപ്പാട് ഇതായതുകൊണ്ട് ഓൻ ചുടലയിലെത്തിയിട്ടുണ്ടാവും എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ഈമാൻ ഊരി ചത്തുപോകും. അത് പ്രകാരം തന്നെ ദീനീ വിഷയത്തിൽ പോലെ ഇൽത്തിബാസാക്കിയിട്ട് ദീനീ കാര്യങ്ങളൊക്കെ അവനോട് ഉപദേശിച്ചൊക്കെ അൽക്കുൽക്കാക്കിയുണ്ട്. അത് പ്രകാരം തന്നെ കള്ളശൈഖന്മാർ പ്രവർത്തിച്ചിട്ട് ഞാൻ വലിയ ഷെയ്ഖാണ്, ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ വലിയ മുറബിയാണെന്നൊക്കെ കള്ളന്മാര് പ്രചരിപ്പിച്ചിട്ട് ആളെ അയൽപ്പെടുത്തുക. ഇങ്ങനെ നടക്കുന്ന ആളാണെങ്കിൽ അവന്റെ സൂഉൽ ഖാത്തിമത്ത് സുനിശ്ചിതമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തും. ഉദൂൽ പറഞ്ഞത് ഒമിൻ അഖ്വഫി മാ യുഖാഫു അലാ സാഹിബിയ സൂഉൽ ഖാത്തിമ,
സൂൽ ഹാത്തിമത്ത് വരാൻ വളരെ ഭയപ്പെടേണ്ടത്. അൽ ബിദ്അത്തു ഫിദ്ദീൻ, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം കൊണ്ട് ഒഴിവാക്കിയിട്ട് ബിദ്അഈ വിശ്വാസം അംഗീകരിച്ചു പോരുക. ഇത്രയധികം അപകടം വേറൊന്നുമില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. അത് ഭരണകൂടം എന്ന സമർത്താണ്, നിയമം തന്നെ മാറ്റിയാൽ മതി. നിക്കാരോ ഇക്കാരണത് വേറൊന്നും. ഇത് അതല്ല ദീന്. തറാവി 8 ദീന്. സലഫുസ്വാലിഹീങ്ങളായ ഇമാം ഷാഫിനെ പോലത്തെ കടലായ ഉലമാക്കൾ, കഴിഞ്ഞുപോയ എല്ലാ ഉലമാക്കളും തറാവി 20 ആണെന്ന് പറഞ്ഞു. വലഅന ആഖിറുൽ ഉമ്മത്തി അവ്വലഹാ, കുരുത്തങ്ങളുടെ ലക്ഷണമായിട്ട് മഹാന്മാർ രേഖപ്പെടും. ഈ തലമുറയുടെ പിൻതലമുറ മുൻ തലമുറയെ ആക്ഷേപിക്കുക. ആരായി മുൻ തലമുറ എന്ന് പറഞ്ഞ് വലിയ വലിയ സലഫു സാലിഹീങ്ങളായ മഹാന്മാർ, ഖുർആൻ ഒന്നായിട്ട് മനപ്പാടുന്ന ഇൽമിന്റെ കടലുകൾ, അവർ തീരുമാനിച്ച കാര്യം അതിനെ ക്രോസ് ചെയ്യുക. എന്നിട്ട് ഈ സമൂഹത്തിന്റെ പിൻതലമുറ മുൻ തലമുറയെ ക്ഷപിക്കുക. ഈ ഏർപ്പാട് വന്നാൽ മിഞ്ഞാന്നാലോ എന്നോട്ട് പേപ്പർ കണ്ടാൽ അത്ഭുതപ്പെട്ടു. ദുന്യാവ് ഒന്നായിട്ട് വർഷിച്ചുപോയി ഭൂകമ്പം കൊണ്ട്. ഇങ്ങനൊക്കെ വന്നാൽ പുണ്യ നബി പറഞ്ഞത് വർത്തഖിബു റീഹൻ ഹംറാ, കൊടുങ്കാറ്റിങ്ങൾക്ക് കാത്തിക്കാം. ഇതിന്റെ പിന്നിൽ വരല്ല അതാണ്. അപ്പൊ അനാചാരം ഇവിടെ വന്ന് പരന്നു പിടിച്ചാൽ ഈ ആകാശം ഭൂമി ഇതൊക്കെ പാടെ അനാചാരം ചെയ്യാണ്ടാക്കിയല്ലേ. അല്ലാഹു തആലാക്ക് ഇബാദത്തെടുത്ത് പുണ്യം കരസ്ഥമാക്കാനുള്ള സൗകര്യമാണ്. ഇവിടെ വെള്ളം വേണം, വെളിച്ചം വേണം, എല്ലാം വേണം ഇബാദത്തിന് ജീവിക്കാൻ. അപ്പൊ ഇതൊക്കെ എന്തിനാ പഠിച്ചത്? അലഖലക്കും മാഫിൽ അർളി ജമീഅ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി പഠിച്ചത്. നിങ്ങളെന്തിനാ പഠിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിന് വേണ്ടി ഞങ്ങളെ പഠിച്ചു. അത് നമ്മൾ മരണപ്പെട്ട് മൂടലൊക്കെ വെച്ച് കുഴിക്ക് താത്തുമ്പോൾ പറയണമെന്ന് എന്ന് ശരിയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മണ്ണിട്ട് കുറേ ആളുകൾക്ക് മണ്ണിട്ടവരാണ് നമ്മൾ, നമുക്കും ചൂടും. അപ്പോൾ ഒന്നാം പൊടിയിൽ മിൻഹാ ഖലഖ്നാക്കും, ഇന്ന് തന്നെ പഠിച്ച് എന്ന് പറഞ്ഞാണ് മണ്ണിട്ടത്. എന്തിനാ പഠിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിന് വേണ്ടി പഠിച്ചു. എങ്ങനെ ഇബാദത്ത് എടുക്കേണ്ടത്? അത് 23 കൊല്ലത്തിന്റെ ഉള്ളിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നടന്നോളണം. പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവസാനത്തെ വാക്യം തന്നെ, അവസാനത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഒരു ദിവസം സൂക്ഷിച്ച് നടന്നോളി, അതാണ് നിങ്ങൾക്ക് നല്ലത്. വളരെ താക്കീതായിട്ട് പറഞ്ഞ ആയത്താണ് അവസാനത്തെ ആയത്ത്. അതിന് ശേഷം പിന്നെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. അതിന്റെ കുറച്ച് മുമ്പാണ് ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങിയ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന ആയത്ത് ഇറങ്ങി. അപ്പൊ ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി വെച്ച ദീൻ ഇതിന്റെ പൂർത്തീകരണം ഇന്നാണ്. ഇന്ന് പറഞ്ഞാൽ യൗമ, ഇന്ന് തങ്ങൾ അറഫയിൽ നിൽക്കുന്ന വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ദീനൊക്കെ പൂർത്തിയായി. ഈ ആയത്തിന്റെ ശേഷം ദീനിൽ ഒരു നിയമം വന്നിട്ടില്ല. റോസയിപ്പോയി എന്നാണ് ഹജ്ജത്തുൽ വദാഇൽ വന്ന ആയത്. പിന്നെ അവസാനത്തെ ആയത് ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, റബ്ബിലേക്ക് നിങ്ങളെ മടക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് കരുതി നടന്നോളി. അല്ലേ നിങ്ങൾ പോയിരുന്നു. എങ്ങനെയാണ് നടക്കേണ്ടത്? അത് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് 23 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. അത് പഠിച്ചനുസരിച്ച് നടക്കുക. അപ്പൊ എന്തിനാ എന്നെ പഠിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പം മയ്യത്ത് മറയുമ്പോൾ തന്നെ മണ്ണിടുമ്പോൾ പറയാൻ പറഞ്ഞത് മിൻഹാ ഖലഖ്നാക്കും, അതുകൊണ്ടാണ് എന്നെ പഠിച്ചത്. വമിൻഹാ നുഈദുക്കും, വഫീഹാ നുഈദുക്കും, ഇതിൽ തന്നെ മടക്കുഞ്ഞി എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ മടക്കാണ്. രണ്ടാം പൊടി മണ്ണാടുമ്പോൾ അതുകൊണ്ട് പറയാം. ഇതിക്ക് എന്താ മടക്കണത്? ഒന്നിലേക്ക് രണ്ടാവശ്യമാണത്. നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതിയാണ്ട് 10 തരം പരീക്ഷ ഒക്കെ എഴുതി നിൽക്കുകയാണ്. ഇവർക്ക് പല ആളുകളും വേർക്കാനൊക്കെ പറയലുണ്ട്. സാറായിട്ട് ജയം കിട്ടണമെന്നൊക്കെ പറയും.
ശരിയാണ്, നല്ലത്. അതൊക്കെ അല്ലാഹു തആല നമ്മൾ കുട്ടികളൊക്കെ ജയിപ്പിച്ചു കൊടുക്കട്ടെ. പക്ഷെ നമുക്ക് വേറൊരു പരീക്ഷ ഉണ്ട്. അതാണ് നമ്മൾ കാര്യമായിട്ട് കൂട്ടേണ്ടത്. സുആലുൽ മലക്കൈനി ഹഖ്ഖുൻ, നമ്മൾ ദീനീ വിഷയം 2 മലക്ക് വന്ന് ചോദിക്കും, ഹഖാണ്. അതിന് ഈ സജ്ജം വഹിക്കണം. ആ പരീക്ഷ പാസ്സാകാനൊക്കെ പഠിക്കണം. അത് വിചാരിച്ചമായുള്ള സാധാരണ പരീക്ഷയല്ല. അത് പരീക്ഷ ഹാൾ ഖബറിനുള്ളതാണ്. പരീക്ഷയ്ക്ക് വരുന്നത് 2 മലക്കുകളാണ്. അത് ഈ വിശ്വസിക്കും വേണം. സുആലുൽ മലക്കൈനി ഹഖ്ഖുൻ. ചോദ്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് പഠിക്കും വേണം, പറയാൻ കഴിയും വേണം. അതാണ് സാക്ഷാൽ പരീക്ഷ. അതായത് 2 മലക്കുകൾ വന്ന് ഇവരൊക്കെ മറയിന്ന് വന്നിട്ട് പോയാൽ എല്ലാ താമസിക്കാതെ 2 മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും. റബ്ബിനെ പറ്റി ചോദിക്കും, ഖുർആനെ പറ്റി ചോദിക്കും, കഅബ ഷരീഫിനെ പറ്റി ചോദിക്കും, അവസാന പുണ്യനബിനെ പറ്റിയും ചോദിക്കും. പുണ്യനബിന്റെ പ്രത്യേകതകളിൽ മഹാന്മാർ അല്ലാമ സുയൂത്തി തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ഖസായിസുൽ കുബ്ര എന്ന് പറഞ്ഞ 4 വാള്യമുള്ള ഒരു ഗ്രന്ഥമുണ്ട്. തങ്ങളെ പ്രത്യേകതകൾ 1.25 ലക്ഷം അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ തങ്ങൾക്കുള്ള പ്രത്യേകതകൾ അതാണ് അതിൽ വിശദീകരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ കൂട്ടിനെ പറ്റി ചോദിക്കില്ല. നൂഹ് നബിനെ പറ്റി എത്രയ്ക്ക് പഠിച്ചതെന്ന് ചോദിച്ചില്ല. എൻ്റെ വല്യാപ്പാണ് ആദം നബി, മൂപ്പരെ പറ്റി എന്തെങ്കിലും ചെറിയ വർത്തമാനം പറഞ്ഞേ ചോദിക്കൂല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചോദിക്കും. മദീനയിലേക്ക് ഇശാറത്താക്കിക്കൊണ്ട് മാ ഇൽമുക ബിഹാദർ റജുൽ, ആ മനുഷ്യനെ പറ്റി എന്തായി പഠിച്ചത് പറ എന്ന് ചോദിക്കുമെന്ന് ഇമാം ബുഖാരി തങ്ങൾ മറ്റ് മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യമാണ് വന്നാൽ നല്ല ആളുകൾ മുത്തഖീങ്ങൾ നല്ല പരീക്ഷയ്ക്ക് നല്ല എഴുതി തയ്യാറാക്കി വെച്ചവരെ ഓൽക്കതൊന്നും വില വെക്കൂല. നിങ്ങൾ ആ ചോദ്യത്തിലുള്ള ആള് മുഹമ്മദുൻ റസൂലുള്ളാഹി, മുഹമ്മദുൻ റസൂലുള്ളാഹിയാണ് ആ പറഞ്ഞത്. ജാഅനാ ബിൽ ബയ്യിനാത്തി വൽ ഹുദാ, പല ദൃഷ്ടാന്തങ്ങളും രേഖകളുമായി അദ്ദേഹം ഞങ്ങളെ സമീപിച്ചു. ഫത്തബഅനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റി. അങ്ങനെ ഞങ്ങളെ നേതാവാണത്. തുറന്നാണ്. അപ്പോൾ ഇതിന് ഏതാനും പരീക്ഷ കഴിഞ്ഞ് ഇമാം ബുഖാരി പറഞ്ഞത് പിന്നെ ഓൽക്ക് പറയാനുള്ളത് നം സാലിഹ, നന്ന പണിയെടുത്ത് ചെയ്യും. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നല്ല അധ്വാനിക്കണം. അനക്കഞ്ഞൊരു വിശ്രമമാണ് നല്ലത്. ഒന്ന് വിശ്രമിച്ച ഖബർ എനിക്കിഷ്ടം പോലെ വിശാലമാക്കി തരാം. സ്വർഗത്തിൽ നിന്ന് പല വാസനകളും മറ്റും കിട്ടി തരാം. നന്നായിട്ട് വിശ്രമിക്കും. പരീക്ഷന്റെ അവാർഡ് നം സാലിഹ. ഇമാം ബുഖാരിന്റെ റിപ്പോർട്ട് അല്ലാത്ത റിപ്പോർട്ടിൽ വന്നത് നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള റൂമിൽ വിശ്രമിക്കണമായിരുന്നു, വിശ്രമിക്കുക. അതാണ് ഈ മഹാന്മാരെ ഔലിയാക്കന്മാരെ നേർച്ചയ്ക്ക് റൂസ് എന്ന് പേരിട്ട പേര്. അത് മലക്കുകളുടെ പേരാണെന്ന് ശംസുൽ ഉലമാ തങ്ങളവറുകളും ബഹുമാനപ്പണ്ട് കണ്ണിയത്ത് ഉസ്താദ് രണ്ടാളും പറഞ്ഞ് ഞാൻ കേട്ടു. നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള വിശ്രമിക്കണമായിരുന്നു, വിശ്രമിക്കുക. ആ പേരിട്ടത് മലക്കുകളാണ്. ഇത് നമ്മൾ സാക്ഷാൽ പരീക്ഷ. അതിൽ ജയിക്കാൻ നന്നായിട്ട് പണിയിടണം. അതിൽ പ്രധാനപ്പെട്ടത് നിസ്കാരം. അത് വേണ്ടാത്തല്ല വേണ്ട. അതിൻ്റെ നോട്ടീസ് ബോർഡാണ് നമ്മൾക്കൊന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം ഞാനടക്കം കൂടുതൽ ശ്രദ്ധിക്കണം. കഴിവതും ഫർള് നമസ്കാരം നമ്മൾ പള്ളിയിൽ വെച്ച് തന്നെ കേൾക്കണം. അത് വീട്ടിൽ നിന്നുള്ളേക്കാൾ 25 ഇരട്ടി സാധാരണ നിസ്കാര പള്ളിയിൽ തിരിച്ചാൽ കൊണ്ട് ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണെങ്കിൽ 500 ഇരട്ടി. അത് ബൈത്തുൽ മുഖദ്ദസിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയാണ്. മദീന പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ അതിനെക്കാട്ട് വലിയ ഇരട്ടിയാണ്. മക്കയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ 1,00,000. അങ്ങനെ സ്ഥലത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കഴിവതും ഫർള് നമസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പിന്നെ പറഞ്ഞു
മരിച്ചു കടന്നു കഴിഞ്ഞതിന് ശേഷം ഇവനോട് പറഞ്ഞത് ഇതിലേക്ക് എന്നെ മടക്കാണ്. മടക്കാനുള്ള കാരണം എന്താണ്? ഒന്നിരിക്കൽ. അല്ലെങ്കിൽ ഇതൊന്നും ഇജ്ജ് അംഗീകരിച്ചിട്ടില്ല, ഇജ്ജാട്ട് പഠിച്ചിട്ടില്ല, ഒന്നിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊന്നും ഈ ക്വസ്റ്റ്യൻ റെഡിയാക്കിയിട്ടില്ല. എന്നാൽ പിന്നെ ഇജ്ജ് പണി കഴിഞ്ഞാൽ മണത്തിട്ട് വയ്ക്കൂല. അപ്പം പിന്നെ മറ്റുള്ളവർക്ക് ശല്യമാവും. അപ്പോൾ വല്ല വണ്ടുകളും പശുക്കളും തിന്നുപോയിക്കോട്ടെ എന്നാൽ എനിക്ക് മടക്കുകയാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അതെല്ലാം ചൊല്ലി ശിഷ്ടമുള്ളവനാണെങ്കിൽ എനിക്ക് എല്ലാ സൗഖ്യം ഉണ്ട്, പുതിയാപ്പള റൂമുമായിട്ട് റൂം തയ്യാറാക്കാനാണ് ചെല്ലു പോണത് എന്നാ മലക്കുകൾ പറഞ്ഞു. അപ്പം രണ്ട് മലക്കിന്റെ ചോദ്യം അത് ഹക്കാണ്, അതിന് നമ്മൾ തയ്യാറാവണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ അത് നിസ്കാരമാണ്. നിസ്കാരം പേശ എല്ലാം പേക്കും. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ബഹുമാനപ്പെട്ട നിസ്കാരത്തിനെ പറ്റി നാം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഈ പള്ളി ഉദ്ഘാടനത്തിൽ നാം കാര്യമായ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതും അതുതന്നെയാണ്. നമ്മുടെ മദ്ഹബിൽ വലിയ കണ്ടീഷനാണ് നിസ്കാരത്തിന്റെ കാര്യം. നിൽക്കാൻ കഴിയൂലെങ്കിൽ ഇരുന്നാളാ, ഇരിക്കാനും കഴിയൂല എന്നാ കിടന്നാളാ. കിടന്നിട്ട് ആങ്ങി കാണിക്കുക. ആങ്ങി കാണിക്കാൻ കഴിയൂലെങ്കിൽ ബുദ്ധി ഉണ്ടോ എന്നാ മനസ്സിലേക്ക് വെച്ചാളാ. അല്ല നമ്മളെ മദ്ഹബ്. അബൂ ഹനീഫ തങ്ങളെ മദ്ഹബിൽ പറഞ്ഞത് ആംഗ്യം കാണിക്കാൻ കഴിയൂലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സഖത്തൽ ഫറള്, പിന്നെ ആ ഫറള് ക്യാൻസലാവും എന്ന് ഹനഫി മദ്ഹബ്. നമ്മളെ മദ്ഹബ് ഇമാം ഷാഫി തങ്ങൾ സമ്മതിക്കണില്ല. മനോർമ്മ ഉണ്ടോന്ന് മനസ്സിനൊക്കെ വെച്ചാണ്. അപ്പൊ അത്ര പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അതിന്റെ മുമ്പിന്റെ നോട്ടീസ് ബോർഡാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മളെ കൂടൽ സ്വീകരിച്ച് ഇബാദത്താക്കി തീർക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ റജബില് പ്രത്യേകം അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങളങ്ങനെ കടന്നിട്ടുണ്ട്. ശഅബാനിലും അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. റമളാനിൽ വളരെ റാഹത്തോടുകൂടെ ഇബാദത്തൊക്കെ വർദ്ധിപ്പിച്ചിട്ട് സന്തോഷത്തോടുകൂടെ പങ്കെടുക്കാൻ മഹാഭാഗ്യം റബ്ബുൽ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.